ഹലോ നമസ്കാരം. വീക്ക്ലി സ്വിംഗ് ട്രേഡിന്റെ അപ്ഡേറ്റിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കേരളയുടെ പ്രേക്ഷകർക്ക് എനിവേ ഹാപ്പി ന്യൂ ഇയർ. വരാൻ പോകുന്നത് നല്ലൊരു വർഷമാവട്ടെ. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ മലയാളികൾക്ക് റീറ്റെയിലേഴ്സിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഓൾ ദ ബെസ്റ്റ്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്സിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യയാണ്. കാസ്ട്രോളിന്റെ ഒരു ചാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ച് 162 എന്ന് പറയുന്ന ആ സോണ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്യൂർലി ഒരു ബ്രേക്ക് ഔട്ട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ മൊമെന്റ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഈ ഒരു വീക്കിൽ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 162 മുതൽ ഹൈ ക്രിയേറ്റ് ചെയ്ത ലെവൽ വരെ ഒരു 14% to 15% ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാസ്ട്രോൾ ഇന്ത്യ ബുക്ക് ചെയ്തു, സിംഗിൾ ഡേ തന്നെ 12%, 14% ഒക്കെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ സന്തോഷം. നെക്സ്റ്റ് നമ്മളൊരു സജസ്റ്റ് ചെയ്ത രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹിൻഡ് കോപ്പർ ആയിരുന്നു. ഹിൻഡ് കോപ്പറും അതുപോലെ തന്നെ ആയിരുന്നു. നല്ല രീതിയിൽ മൊമെന്റം തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്കിൽ നമ്മൾ എൻട്രി പറഞ്ഞിരുന്ന ഈ ഒരു റേഞ്ചാണ്. ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 20% മൂവ്, അതായത് ഒരു 20% ഒക്കെ മൂവ് വീക്കിലിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫർദർ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. വീക്കിലി ടൈം ഫ്രെയിമിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അപ്സൈഡ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബുക്ക് ചെയ്യാത്തവർക്ക് ഹോൾഡ് ചെയ്യാം. എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഇനി മേ ബി ഒരു പുൾ ബാക്ക് ഒക്കെ കഴിഞ്ഞ് അഗെയിൻ അടുത്ത റാലി കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഹിൻഡ് കോപ്പറിന്റെ ഒരു കേസിൽ. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഗെയിലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞൊരു വീക്കിൽ ഏകദേശം നല്ല രീതിയിൽ ഒരു 150-151 റേഞ്ചിൽ നിന്ന് 162 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗെയിലൊക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് വരാൻ പോകുന്നത് നല്ലൊരു അവസരമാണ്, നല്ല കാലമാണെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫർദർ നമ്മളൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 180-200 റേഞ്ച് വരെയൊക്കെ ഗെയിൽ ഈ ഒരു 2024 ഒരു 1 ഇയർ ടാർഗറ്റ് ഒക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 200-200 മുകളിൽ വരെ സ്റ്റോക്ക് വരാം. നിങ്ങൾ ഷോർട്ട് ടൈം എൻട്രി ആണ് എടുത്തിട്ടുള്ളത്, സ്വിംഗ് ട്രേഡ് ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് മാറാം. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മളൊരു 1 ഇയറിന്റെ ഒരു റെക്കമെൻഡേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗെയിൽ നമ്മളെ ടെലഗ്രാം ചാനൽ എന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എൻട്രി ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. 1 ഇയർ മിനിമം നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെയിൽ ഒരു 20% അപ്സൈഡ് കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു സ്റ്റോക്കായിരുന്നു വിപ്രോയിൽ അത്യാവശ്യം ഏകദേശം 6 റേഞ്ചിൽ തന്നെയാണ് വിപ്രോ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് എൻട്രി പോസിബിൾ ആണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, 461-62 റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 476 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് തന്നെയാണ് എക്സ്പെക്ടേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപ്രോയിൽ എന്താണ് സംഭവിക്കാൻ പോവുക, നമ്മളൊരു എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോറസ് ലാബ് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ബ്രേക്ക് ഔട്ട് സോണ് കഴിഞ്ഞ് അവിടേക്ക് തന്നെ റീടെസ്റ്റിന് വന്നിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ലാസ്റ്റ് ക്യാൻഡിൽസിന്റെ ക്ലോസിംഗ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ഏരിയയിൽ നിന്ന് അഗെയിൻ റാലി കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ലോറസ് ലാബും സ്റ്റിൽ നിങ്ങൾക്ക് എൻട്രി പോസിബിൾ ആണ്. നല്ല രീതിയിൽ എന്ത് ചെയ്താൽ മതി, റിസ്ക് മാനേജ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് 2024 ഏറ്റവും ഫസ്റ്റത്തെ ട്രേഡിംഗ് വീക്കിലേക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്സ് ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ഗോദ്രേജ് ഇൻഡസ്ട്രീസിൽ ഓൾറെഡി ഒരു സോൺ അവിടെ വരച്ച് കിടക്കുന്നുണ്ട്. ഈ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ഇയർ ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന, അതായത് 2017-18 മുതൽ 2023 വരെ നമുക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തൊരു ഏരിയയാണ്. അത് ഞാനൊരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 700, സ്പെസിഫിക്കലി അത് 700 എന്ന് പറയുന്ന റേഞ്ചാണ്. അഗെയിൻ അവിടെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തവണ അത് ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ താഴേക്ക് വന്ന് ഇപ്പോൾ ഒരു അപ്സൈഡ് മൊമെന്റം കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിൽസിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി എന്ന് പറയുന്നത് നിലവിലെ മാർക്കറ്റ് പ്രൈസ് 744 നമുക്ക് എൻട്രി പോവാം. 744 എൻട്രി പോവാം. ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി പോവാം. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് സ്വിങ്ങിന്റെ ലോയിൽ
ഒരു 660 എന്ന് പറയുന്ന റേഞ്ചിന് താഴെ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം എഗെയിൻ ഈ ഒരു 700-720 എന്ന് പറയുന്ന സോൺ ടെസ്റ്റ് ചെയ്തിട്ടാവാൻ നെക്സ്റ്റ് റാലി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോണിലേക്ക് എത്തുമ്പോൾ 720-700 എന്നൊക്കെ പറയുന്ന റേഞ്ചിലേക്ക് റീടെസ്റ്റ് തരാതിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ്. മാർക്കറ്റ് ചിലപ്പോൾ നാളെ എന്ത് ചെയ്യാൻ പറ്റും, നാളെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് മാത്രം ഒരു റാലി പോയതിന് ശേഷം ഒക്കെ ആയിരിക്കാം റീടെസ്റ്റ് വരിക. റീടെസ്റ്റ് എപ്പോൾ വരും അല്ലെങ്കിൽ എങ്ങനെ തരും, എല്ലാ സ്റ്റോക്കിലും റീടെസ്റ്റ് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ കയ്യിലല്ല, മാർക്കറ്റാണ്. നമുക്ക് ഞാൻ പറഞ്ഞു മാക്സിമം ഒരു അനാലിസിസ് നടത്താം, നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു സോണിലേക്ക് എൻട്രി മിസ് ആവാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യാം. ഒരു 50% ക്വാണ്ടിറ്റി, നിങ്ങൾ 100 ക്വാണ്ടിറ്റിയാണ് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50 ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ എൻട്രി ചെയ്യാം. ബാക്കി എന്ത് ചെയ്യാം, താഴെ വരുമ്പോൾ എൻട്രി ചെയ്താൽ മതി. ഓക്കെ, രണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് 660. സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു പെർസെൻറ്റേജിൽ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റും വലിയ രീതിയിലാണ് 800-850 അതിൻ്റെയൊക്കെ മുകളിൽ, അതായത് ഒരു 10-20% മുകളിലാണ് നമ്മൾ എക്സ്പെക്ടേഷൻ. ഇത് നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യുന്നല്ല, പല സ്റ്റോക്കിലും ഇപ്പോൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാസ്ട്രോൾ ഇന്ത്യൻ്റെ കേസ് ആണെങ്കിൽ ഇൻഡികോപ്പറിൻ്റെ കേസിലൊക്കെ നമ്മൾ ആ വീക്ക് കൊണ്ട് തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഷോർട്ട് ടൈം എൻട്രി ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഇത് ഹോൾഡ് ചെയ്യുക. ഒരു 3 to 5 വീക്സ് ഒക്കെ ഹോൾഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, IEX. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു ചാർട്ട് ലോങ്ങർ ടൈം ഫ്രെയിമിൽ നമ്മളിപ്പോൾ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ട് അത്യാവശ്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് ഒരു ബേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത്, ഈ ഒരു ഏരിയയിൽ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ അകത്തായിരുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കൊണ്ട് മനസ്സിലാകുന്നത് അപ്സൈഡിലേക്ക് ഒരു റിവേഴ്സൽ, ഇനി മാർക്കറ്റിന് മുകളിലേക്ക് ഒരു റിവേഴ്സൽ തരാൻ പോകുന്നൊരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 168 എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ പ്രൈസ്. 168 നമുക്ക് എൻട്രി പോവാം. 168 എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 152.50 എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്വിങ്ങിന്റെ പ്രോപ്പർ ലോ എന്ന് പറയുന്നത് 141 141 സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു റിവാർഡ് നമ്മൾ ഇതിൽ പിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ റിവേഴ്സൽ ആണെന്ന് പറഞ്ഞു. പ്രോപ്പർ ബ്രേക്ക്ഔട്ടും റിവേഴ്സലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നേരത്തേത് പോലെയൊക്കെ ഒരു പ്രോപ്പർ ഇപ്പോൾ മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് പോലെയല്ല ഇവിടെ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, ട്രെൻഡ് ചേഞ്ച് ആവുകയാണ്. ഈ ഒരു ഇതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവുകയാണ്, സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ക്യാരക്ടറൊക്കെ ചേഞ്ച് ആവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മുകളിലത്തെ റെസിസ്റ്റൻസുകൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 198 അല്ലാന്നുണ്ടെങ്കിൽ 190 ആ റേഞ്ച് പിക്ക് ചെയ്യാം ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട്. അതും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടാർഗറ്റ് 240, 237 ഈ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇങ്ങനെയാണ് റിവേഴ്സലിൽ നമ്മൾ ടാർഗറ്റ് പ്ലോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക്, അങ്ങനെയാണ് റിവേഴ്സലിൽ ടാർഗറ്റ് പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ടാർഗറ്റ് പിക്ക് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. IEXൽ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ളൊരു ക്ഷമ കാണിക്കണം. ചിലപ്പോൾ ഇത് 1 വീക്ക് ഉണ്ടാവും, ചിലപ്പോൾ 2 വീക്ക് ഉണ്ടാവും, ചിലപ്പോൾ 3 വീക്ക് ഉണ്ടാവും. ഇൻ കേസ് ചിലപ്പോൾ ഒരു മന്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. പ്രീവിയസ്ലി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നാഷണൽ അലുമിനിയത്തിൻ്റെ കേസ്, അതുപോലെ ഒരുപാട് സ്റ്റോക്സ് ബിഫോർ നമ്മൾ റെക്കമെൻഡ് ചെയ്താൽ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഒക്കെ പാസ്റ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 1 മന്തിൻ്റെ ഒക്കെ ഹോൾഡിംഗ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 25%, 30% ഒക്കെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. IEX അതുപോലെ ഒരു പിക്ക് ആവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി എന്ത് ചെയ്യാം, നമ്മളെ എക്സ്പെക്ടേഷന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ 152 അല്ലെങ്കിൽ 140 ഇതിൽ കട്ട് ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ എന്ത് ചെയ്യാം, ലോസ് ബുക്ക് ചെയ്യാൻ മാറാം. നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റോക്ക് മാത്രമല്ല നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ മാത്രമായിരിക്കരുത് നമ്മളെ ഫോക്കസ്. ഇപ്പോൾ 168 രൂപയാകുമ്പോൾ സ്റ്റോക്ക് ഒരുപാട് ബൈ ചെയ്യാം, ചെറിയ പ്രൈസ് അല്ലേ എന്ന് കരുതാം. അങ്ങനെയല്ല സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്, നിങ്ങൾ ആ രീതിയിൽ തന്നെ പിടിക്കണം. ഓക്കെ, റിസ്ക് റിവാർഡ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ നിലനിർത്തുന്ന ഒരു ഘടകം. അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സ്റ്റോക്കിന് IEX അല്ലെങ്കിൽ വേറെ സ്റ്റോക്ക് ഇത് ഓരോ വീക്കിലും ഓരോ ഡേയിലും നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമ്മളെ സെറ്റപ്പിനനുസരിച്ച് അത്യാവശ്യം നല്ല മൊമെൻ്റ് ഉള്ള സ്റ്റോക്ക് മാത്രം പിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ റിസ്ക് റിവാർഡ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോകുൽ റിഫോയിൽസ്. ഈ ഗോകുൽ റിഫോയിൽസിലും ഏകദേശം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വീക്കിലി ടൈം ഫ്രെയിം ഒന്ന് ഹയർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എക്സാക്ട്ലി IEXൻ്റെ ഒരു പാറ്റേൺ ആണ്. അതായത് ലോങ്ങർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്തു, നല്ല രീതിയിൽ സ്റ്റോക്ക് ഫോളോ ചെയ്തതിന് ശേഷം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്ത് എഗെയിൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിവേഴ്സൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിൻ്റെ ഒരു ബേസിൽ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു റിവേഴ്സൽ ഇവിടുന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ഈ ഒരു ഏരിയ
നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന ഏരിയ 53 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് നോക്കാം. 53, 54. ഇന്നലത്തെ ഹൈ എന്ന് പറയുന്നത് 54.7 ആണ്. ഈ ഹൈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എൻട്രി പിക്ക് ചെയ്യാം. ലാസ്റ്റ് ഡെയിലി ക്യാൻഡിലിന്റെ ബേസിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെയിലിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യട്ടെ. ഡെയിലി ക്യാൻഡിലിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഒരു 48 അല്ലെങ്കിൽ 50 രൂപ എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് ആണ്. അതിന് താഴെ ഒന്നുകൂടി ആ സ്വിങ്ങിന് താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഏകദേശം 40 രൂപ. അത് അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് പിക്ക് ചെയ്യാം. ഒരു 47, 46 എന്ന് പറയുന്ന റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് പിക്ക് ചെയ്യാം. ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്, അപ്പോൾ നമുക്കൊരു സ്വിംഗ് ലോയിലൊക്കെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യാം. അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് ലോസ് വരും. ഇവിടെ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 10 to 20% മൂവ് ആണ്. ഇവിടെ നമുക്ക് ഫർദർ വീക്ക്ലി ക്യാൻഡിലേക്ക് അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന ഒരു റെസിസ്റ്റൻസിൻ്റെ ഒക്കെ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 റുപ്പീസിൻ്റെ ഒക്കെയാണ്. ഇൻ കേസ് അത് ചിലപ്പോൾ ഒരു 1 വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ 1 മന്ത് കൊണ്ടോ ഒന്നൊക്കെ അച്ചീവ് ആയിക്കൊള്ളണമെന്നില്ല. ഈ ഒരു 80 റുപ്പീസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ടൈം എടുക്കും. ചിലപ്പോൾ 1 to 3 months ഒക്കെ എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ നമ്മളൊരു 20% ഒക്കെ ടാർഗറ്റ് ഇതിൽ ഫിക്സ് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം. ഫർദർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഹാഫ് ബുക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക ചെയ്തിട്ട് മാത്രം റൺ ചെയ്യുക. നമ്മുടെ ക്യാപിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിന് സേഫ് ആക്കിയിട്ട് മാത്രമേ ഇത് റൺ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു സ്റ്റോക്ക്, നമ്മളെ വാച്ച് ലിസ്റ്റിൽ നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് എവറസ്റ്റ് ഇൻഡസ്ട്രീസ്. എവറസ്റ്റിൻ്റെ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു അപ് ട്രെൻഡ് റണ്ണിങ് ആണ്. സ്റ്റോക്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അപ് ട്രെൻഡ് റണ്ണിങ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് ചെയ്യാം? ഫർദർ ഈ റാലി കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. വീക്ക്ലി ടൈം ഫ്രെയിമിലാണിത്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും ഓക്കെ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ, അതായത് ബ്രേക്ക് ഔട്ട് സോൺ എന്ന് പറയുന്ന 1375 എന്ന് പറയുന്ന പ്രൈസിൽ നമുക്ക് എൻട്രി ചെയ്യാം. എന്ത് ചെയ്യാം? ഒരു 1250 അല്ലെങ്കിൽ 220 എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട്. ഇനി ഒന്നുകൂടി കൺസർവേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 1180. അപ്പോൾ നമുക്കൊരു 100-150 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 70 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, അല്ലെങ്കിൽ 120 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടനുസരിച്ച് ടാർഗറ്റ് നമ്മൾ പിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 to 20% ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ്. 20% ഒരു ടാർഗറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത്യാവശ്യം എവറസ്റ്റ് ഇൻഡസ്ട്രീസ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പ് മൊമെൻറ്റം ഉണ്ടാവും. ഇതും പതിവ് പോലെ തന്നെ പറയുന്ന പോലെ സ്റ്റോക്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യേണ്ടി വരും. ഹോൾഡ് ചെയ്യാൻ പേഷ്യൻസ് നിങ്ങൾ കാണിക്കുക, നല്ല രീതിയിൽ റിസ്ക് മാനേജ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു സ്റ്റോക്ക് എവറസ്റ്റ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞു. ഓക്കെ, അഗെയിൻ ഒലെക്ട്ര ഗ്രീൻ ടെക്. അതായത് ഇതൊരു ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുഷ് ചെയ്ത് അപ് ട്രെൻഡാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പുൾ ബാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത്? നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു പുൾ ബാക്ക് കഴിഞ്ഞിട്ട് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ലാസ്റ്റത്തെ ഡെയിലി ക്യാൻഡിലിൻ്റെ ഒക്കെ ഒരു ക്ലോസിങ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്യാൻഡിലിൻ്റെ ബേസിൽ ഈ ഒരു ക്യാൻഡിലിനൊക്കെ താഴെ 1,150 അല്ലെങ്കിൽ 1,200 എന്ന റേഞ്ചിൽ ഒരു എക്സൽ പിക്ക് ചെയ്തിട്ട് നമുക്കിത് ബ്രേക്ക് ചെയ്യുമ്പോൾ, പ്രോപ്പറായിട്ട് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം എൻട്രി എടുക്കാം. 1,400 മുകളിലൊക്കെ നമുക്ക് എൻട്രി എടുക്കാം. എന്ത് ചെയ്യാം? 1,200 താഴെ എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ലോസ് പിക്ക് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 10 to 20% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നൊരു വർഷം നല്ല രീതിയിലാവട്ടെ, നമുക്ക് നല്ല രീതിയിലൊരു തുടക്കം നെക്സ്റ്റ് വീക്കിൽ കിട്ടട്ടെ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.